എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 7 പതിറ്റാണ്ടോളം മലയാളിയെ പാട്ടിൻ്റെ മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു ഗന്ധർവ ചക്രവർത്തിയുടെ ഓർമ്മയിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേവസംഗീതത്തിൻ രാഗവിപഞ്ചിയുമായി ഗന്ധർവൻ തുംഗശൈലം ഇറങ്ങി വന്നു. വിണ്ണിലെ നക്ഷത്ര ശോഭയിൽ സാന്ദ്രമാം സംഗീത ഗംഗഭൂവിൽ അലയടിച്ചു. വാസന്ത പഞ്ചമികൾ വരലക്ഷ്മി എന്ന പോലെ ഗാനസാമ്രാജ്യത്തിൽ വിരുന്നു വന്നു. പത്മദലങ്ങൾ നീർത്തും പ്രണയത്തിൻ പല്ലവികൾ ചക്രവർത്തിനിക്കായി പടി തുറന്നു. പുഷ്യരാഗങ്ങളും ഇന്ദ്രനീലങ്ങളും കൽപ്പനാമണ്ഡപത്തിൽ കതിർ ചൊരിഞ്ഞു. കൈരളി കവിതയിൽ കുളിച്ചു നിന്നു. ദേവസംഗീതത്തിൻ രാഗവിപഞ്ചിയുമായി ഗന്ധർവൻ തുംഗശൈലം ഇറങ്ങി വന്നു. വിണ്ണിലെ നക്ഷത്ര ശോഭയിൽ സാന്ദ്രമാം സംഗീത ഗംഗഭൂവിൽ അലയടിച്ചു. വാസന്ത പഞ്ചമികൾ വരലക്ഷ്മി എന്ന പോലെ ഗാനസാമ്രാജ്യത്തിൻ വിരുന്നു വന്നു. 1975 ഒക്ടോബർ 27 കലാകേരളത്തിൻ്റെ ഹൃദയത്തിൽ കത്തുന്ന നെരിപ്പോടാണത്. അന്നാണ് പ്രിയകവി വയലാർ രാമവർമ്മ നമ്മെ വിട്ടുപോയത്. 50 വർഷം തികയുകയാണ്. എനിക്ക് മരണമില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ സത്യവുമാണ്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ 50ാം ചരമവാർഷിക ദിനമായിരുന്നു. ഈ കാണുന്ന ജനമൊന്നും ഒരു പൊതുപരിപാടിക്ക് പോകുന്നവരല്ല. അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപമായ ചന്ദ്രകളഭത്തിൽ ചെന്ന് ഒരുപടി പൂക്കൾ അർപ്പിച്ച് അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കാൻ പോകുന്നവരാണ്. നമുക്ക് വിശ്വസിക്കാനൊക്കില്ല. കേരളത്തിൽ ഒരു കവിക്കോ മറ്റൊരാൾക്കുമോ ഇത്രയധികം ജനസമ്മതി ഉണ്ടായിരുന്നില്ല. ഈ കൂട്ടത്തിലുള്ള ആൾക്കാരിൽ തിരുവനന്തപുരം തൊട്ട് പാലക്കാട് വരെയുള്ളവരെ ഞാൻ കണ്ടു. സംസാരിച്ചപ്പോൾ മനസ്സിലായി. എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ ആൾക്കാർ വന്ന് അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസം. 50 വർഷമായി, എന്നിട്ടും ജനഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് മരണമില്ല എന്ന് അദ്ദേഹം എഴുതിയത് അക്ഷരാർത്ഥത്തിൽ വാസ്തവമാണ്. കാരണം ഈ പോകുന്ന ഓരോ ആൾക്കാരുടെയും ഹൃദയത്തിൽ അദ്ദേഹം ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ. ഇത് അദ്ദേഹത്തിൻ്റെ വീടാണ്. ആ വീട്ടിൽ ആൾക്കാരവിടെ വന്നങ്ങ് ഒരു പാർട്ടി സമ്മേളനത്തിനൊക്കെ വരുന്നത് പോലെ അവിടെ വന്നങ്ങ് താമസിക്കുകയാണ്. എല്ലാവർക്കും സ്വീകരണമുണ്ട്. അവിടെ വരുന്നവർക്കെല്ലാം ചായ, ചെറിയ ലഘുഭക്ഷണം, മോരും വെള്ളം ഒക്കെ അവിടുന്ന് തന്നെ നൽകുന്നുമുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയധികം സ്നേഹമാണ് കേരളം അദ്ദേഹത്തിനായി സൂക്ഷിച്ചു വെക്കുന്നത്. മാത്രമല്ല, ഇന്നലെ രാവിലെ ഇവിടെ ശക്തിയായ മഴ പെയ്തു. രാവിലെയല്ല, ഇന്നലെ ഏകദേശം മുഴുവൻ സമയത്തും മഴയാണ്. അത് തോർന്നിരിക്കുന്ന ചെറുതായി മഴ ചാറുന്ന സമയത്താണ് ഈ ആൾക്കാരൊക്കെ വന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ണിന് മുമ്പിൽ കാണുന്നത് സത്യമാണോ അതോ മിഥ്യയാണോ എന്ന് തോന്നുന്ന രീതിയിൽ ജനപ്രവാഹമാണ്. ഓരോരുത്തരും വന്ന് ചിലർ കവിത ചൊല്ലുന്നുണ്ട്, ചിലർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ചന്ദ്രകളഭത്തിനോട് ചേർന്ന് ഇന്ദ്രധനുസ് എന്ന ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികൾ ആലപിക്കുകയും
നൃത്തശില്പങ്ങൾ അരങ്ങേറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജനങ്ങൾ രാവിലെ മുതൽ ജനസഹസ്രമാണ്. ഒരിക്കലും നമുക്ക് ഇത് സത്യമാണോ എന്ന് തോന്നാത്ത വിധം ആൾക്കാർ ഈ കവിയെ 50 വർഷത്തിനപ്പുറവും സ്നേഹിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൻ്റെ കോണിൽ ഒരു സ്ഥാനം ഈ ആൾക്കായിട്ട് വേണ്ടി മാത്രം മാറ്റിവെക്കുകയാണ്. ഞാനവിടെ നിന്നപ്പോൾ അവിടെ വൈക്കത്ത് നിന്നും വന്ന ഒരു ഗായകൻ, വൈക്കം സാബു എന്നാണ് അദ്ദേഹം എന്നോട് പേര് പറഞ്ഞത്. അദ്ദേഹം അവിടെ ആദിയിൽ വചനമുണ്ടായി എന്ന ഗാനം അവിടെ നിന്ന് ആലപിക്കുകയാണ്. ശ്രുതിമധുരമായി ആത്മാർത്ഥമായി അദ്ദേഹം അവിടെ നിന്ന് പാടുന്നതിൻ്റെ ഒരല്പം കേൾക്കാം നമുക്ക്. എത്രയോ വലിയൊരു അർച്ചനയാണ് ഈ മഹാനുഭാവനായ കവിക്ക് ജനങ്ങൾ നൽകുന്നത് എന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സും നിറയും. അശ്രുസമുദ്ര തിരകളിലങ്ങനെ ചിപ്പികളുണ്ടായി, മുത്തു ചിപ്പികളുണ്ടായി. കണ്ണുനീർമുത്തിന്നു പെണ്ണെന്നു പേരിട്ടു, കണ്ണുനീർമുത്തിന്നു പെണ്ണെന്നു പേരിട്ടു. കാലമാജ്ഞാതശില്പിയുറങ്ങി, ആദിയിൽ വചനമുണ്ടായി, വചനം രൂപമായി, ആദിയിൽ വചനമുണ്ടായി. ഈ ഭൂമിയിൽ ജീവിച്ചു കൊതി തീരാത്ത വയലാർ 47-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. 50 വർഷം കഴിഞ്ഞിട്ടും വയലാർ ഗാനങ്ങൾക്ക് 1000 പാദസരങ്ങളുടെ കിലുക്കമുണ്ട്. പദരചനയുടെ സംഗീതവും ബിംബകൽപ്പനകളുടെ കാവ്യാത്മകതയും ഇതൾ വിരിയുന്ന വയലാർ ഗാനങ്ങൾക്ക് ഇന്നും എന്നും മലയാളി ഉള്ള കാലത്തോളം സൗന്ദര്യവും സൗരഭ്യവും ഉണ്ടാവും. ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും. നദികളിൽ സുന്ദരി യമുന, സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ. കാറ്ററിയില്ല കടലറിയില്ല അലറും തിരയുടെ വേദന, കടലിനക്കരെ പോണോരെ കാണാപ്പൊന്നിന് പോണോരെ. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ, ബലികുടീരങ്ങളെ എന്നിങ്ങനെ കേട്ടാലും കേട്ടാലും മതിവരാത്ത വയലാർ ഗാനങ്ങൾ മലയാളത്തിൻ്റെ നിത്യവസന്തമാണ്. ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്ന കവിയെയാണ് നാം സർഗസംഗീതത്തിൽ കാണുന്നത്. വൈവിധ്യമാർന്ന കവിതകൾ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. കവിയുടെ തീവ്രവികാരം തുടിക്കുന്ന മാടവനപ്പറമ്പിലെ ചിത, ആത്മാവിലൊരു ചിത എന്നീ കവിതകൾ അവിസ്മരണീയങ്ങളാണ്. ബലികുടീരങ്ങളെ എന്ന ഗാനം ഇന്നും എപ്പോഴും എവിടെയും കേൾക്കാം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചത് അതിലെ അർത്ഥവ്യാപ്തി കൊണ്ട് മാത്രമാണ്. വയലാർ 12 കവിതകളും മധുരമനോഹര പദാവലികൾ കൊണ്ട് 1000-ലധികം സിനിമാ ഗാനങ്ങളും 150ഓളം നാടകഗാനങ്ങളും സൃഷ്ടിച്ച് മലയാള കാവ്യകലയ്ക്ക് ഒരു പൂക്കാലം സമ്മാനിച്ചു. കഥകളും ഉപന്യാസങ്ങളും ഖണ്ഡകാവ്യങ്ങളും വേറെയുമുണ്ട്. 1948 മുതൽ 3 പതിറ്റാണ്ട് കാലം വയലാറിൻ്റെ സാഹിത്യ സപര്യ നീണ്ടുനിന്നു. കുളിർമയും സുഗന്ധവും മധുരവുമാർന്ന വയലാറിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എത്ര സുന്ദരമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കേരളത്തിൻ്റെ മനസാക്ഷിയെ തളർത്തിക്കളഞ്ഞ ആ വേർപാടുണ്ടായത്. ത്വക്ക് രോഗത്തിന് മരുന്ന് കഴിച്ചിരുന്ന വയലാറിനെ രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് ആലപ്പുഴയിലെ ഒരു ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. രോഗം മൂർച്ഛിച്ചപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജനറൽ വാർഡിൽ സ്ക്രീൻ കൊണ്ട് മറച്ച ഒരു കോണിലായിരുന്നു വയലാർ കിടന്നിരുന്നത്. പുറത്ത് ആരാധകരും സുഹൃത്തുക്കളുമായ നിരവധി പേർ പ്രാർത്ഥനയോടെ കാത്തുനിന്നു. കാണാൻ ചെന്നപ്പോൾ എന്നെ വെല്ലൂർക്ക് കൊണ്ടുപോകാമോ എന്ന് വയലാർ അവ്യക്തമായ സ്വരത്തിൽ ചോദിച്ചതായി മലയാറ്റൂർ രാമകൃഷ്ണൻ തൻ്റെ സർവീസ് സ്റ്റോറിയിൽ എഴുതിയിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ, മന്ത്രി ടി വി തോമസ്, തോപ്പിൽ ഭാസി, എസ് കെ നായർ, ടി കെ ദിവാകരൻ,
പിൽക്കാലത്ത് വയലാർ ട്രസ്റ്റിൻ്റെ അമരക്കാരനായിരുന്ന CV ത്രിവിക്രമൻ, മെരിലാൻഡ് എസ് കുമാർ തുടങ്ങിയവർ അക്ഷമരായി പുറത്തുമകത്തുമായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. TV തോമസിൻ്റെ നിർദ്ദേശപ്രകാരം പ്രശസ്ത സർജനായ ഡോക്ടർ PK വാര്യർ വയലാറിന് കരൾ ശസ്ത്രക്രിയ നടത്തി. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പുറത്തു വന്ന ഡോക്ടർ എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം നടന്നകന്നു. NE ബൽറാം, C ഉണ്ണിരാജ, മന്ത്രി K പങ്കജാക്ഷൻ, ONV കുറുപ്പ്, പറവൂർ ദേവരാജൻ തുടങ്ങിയവർ ആ മൗനം വയലാറിൻ്റെ മരണമെന്ന് തിരിച്ചറിഞ്ഞു. മൃതദേഹം ആദ്യം CPI ഓഫീസിലേക്കും പിന്നീട് അന്നത്തെ VGT ഹാളിലേക്കും പൊതുദർശനത്തിനെത്തിക്കാൻ തീരുമാനിച്ചു. ചാലയിലെ എല്ലാ പൂക്കളും VGT ഹാളിലെത്തി. വയലാറിനോടുള്ള ആദരസൂചകമായി സംസ്ഥാനം പൊതു അവധി പ്രഖ്യാപിച്ചു. 50,000-ലേറെ പേർ പ്രിയ കവിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ഉച്ചയ്ക്ക് 1 മണിയോടെ മൃതദേഹം KSRTC ബസ്സിൽ വയലാറിലെ വസതിയായ രാഘവപ്പറമ്പിലേക്ക് കൊണ്ടുപോയി. നിരവധി ഗാനങ്ങൾ രചിച്ചെങ്കിലും വലിയ സമ്പാദ്യമൊന്നുമില്ലാതെയാണ് വയലാർ വിടവാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കും കുടുംബത്തെ സഹായിക്കാനുമായി വയലാർ സ്മാരക ട്രസ്റ്റ് എന്ന ആശയം സുഹൃത്തുക്കളുടെ വകയായിരുന്നു. മെരിലാൻഡ് സുബ്രഹ്മണ്യം ആദ്യമായി 10,000 രൂപ നൽകി. ഉദയ സ്റ്റുഡിയോ കുഞ്ചാക്കോയും സമ്മാനമായ തുക നൽകി. 3 മാസം കൊണ്ട് 5,29,000 രൂപ പിരിഞ്ഞു കിട്ടി. വയലാറിൻ്റെ അന്ത്യരംഗം കണ്ടതെന്ന പ്രിയ സുഹൃത്ത് ONV കുറുപ്പ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഒരു പാട്ടിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. മദനോത്സവം എന്ന ചിത്രത്തിലെ സാഗരമേ ശാന്തമാക നീ എന്ന ഗാനം. വേർപാടിൻ്റെ വേദനയുണർത്തുന്ന ഈ ഗാനത്തിൻ്റെ അനുപല്ലവിയിൽ തളിർത്തൊട്ടിൽ ആരോ പാടി തരൂ ഒരു ജന്മം കൂടി എന്ന വരി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനിയൊരു ജന്മം കൂടി ഈ മനോഹര തീരത്ത് തരുമോ എന്ന വയലാറിൻ്റെ അനശ്വര ഗാനത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ONVയുടെ പാട്ടിലെ വരികൾ. വയലാറിൻ്റെ അനശ്വരമായ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടിനെക്കുറിച്ച് പറയാം. ചെമ്പരത്തി എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതി ദേവരാജ മാഷ് സംഗീതം നൽകി ദാസേട്ടൻ പാടിയ ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരും. അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ പല്ലവി ഒരു നല്ല ഗാനത്തിൻ്റെ നിലവാരമേ ഉള്ളൂ. പക്ഷേ അനുപല്ലവിയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. ഒരു ഗാനരചയിതാവ് ഒരു കവിയുടെ കാവ്യബിംബങ്ങൾക്കപ്പുറത്തേക്ക് പറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സാലഭഞ്ജികകൾ കൈകളിൽ കുസുമ താലമേന്തി വരവേൽക്കും, പഞ്ചലോഹമണി മന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും, ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും, ചൈത്ര പത്മതല മണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും, താനേ പാടും. ശാരദേന്ദുകല ചുറ്റിലും കനക പാരിജാത മലർത്തൂകും, ശില്പകന്യകമാർ നിന്റെ വീഥികളിൽ രത്നകമ്പളം നീർത്തും, കാമമോഹിനികൾ നിന്നെ ഞാൻ ഹൃദയ കാവ്യലോക സഖിയാക്കും, മച്ചകങ്ങളിലെ മഞ്ജുശയ്യകളിൽ ലജ്ജ കൊണ്ടു ഞാൻ മൂടും, നിന്നെ മൂടും. ഇങ്ങനെയൊക്കെ ഒരു ഗാനത്തിൽ എഴുതാൻ മറ്റാർക്കാണ് കഴിവുണ്ടാകുക? വയലാർ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്തുള്ള ഒരു സ്ഥലമാണെന്ന് പോലും അറിയാൻ വയ്യാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവർക്കൊക്കെ വയലാർ മലയാള സിനിമാ ഗാനങ്ങളെ ജനകീയമാക്കിയ ഗന്ധർവ കവി മാത്രമാണ്. രാമവർമ്മ എന്ന അസാമാന്യ പ്രതിഭയുടെ പേരിൽ അറിയപ്പെടാനായിരുന്നു ആ പുണ്യം ചെയ്ത ഗ്രാമത്തിൻ്റെയും നിയോഗം. വയലാറിലെ രാഘവപ്പറമ്പ് കുടുംബത്തിലാണ് രാമവർമ്മ ജനിച്ചത്. അമ്മ അമ്പാലിക തമ്പുരാട്ടി, അച്ഛൻ ആലുവ വെള്ളാരപ്പള്ളി കളപ്പാട്ട് മഠത്തിലെ കേരളവർമ്മ. അദ്ദേഹം അകവൂർ മനയിലെ കാര്യസ്ഥനായിരുന്നു. അകവൂർ മനയിൽ എപ്പോഴും തിരക്കായിരുന്നു. അതിനാൽ മാസത്തിൽ 1-2 തവണ മാത്രമേ കേരളവർമ്മയ്ക്ക് രാഘവപ്പറമ്പിൽ പോകാൻ കഴിഞ്ഞുള്ളൂ. അമ്പാലിക തമ്പുരാട്ടിയാകട്ടെ കോവിലകം വിട്ട് പുറത്തു പോയതുമില്ല. അച്ഛനമ്മമാർക്ക് വൈകി കിട്ടിയ മകനായിരുന്നു രാമവർമ്മ. അതിനാൽ അമ്മയ്ക്ക് മകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. കോവിലകത്ത് നിറയെ സമ്പത്താണ്. എങ്കിലും തമ്പുരാട്ടിക്ക് സ്വന്തമായി ഒന്നുമില്ലായിരുന്നു. എല്ലാം സഹോദരൻ്റെ നിയന്ത്രണത്തിലാണ്. ഭർത്താവ് അടുത്തില്ല. മകൻ്റെ സാമീപ്യം മാത്രമായിരുന്നു ആശ്വാസം. മരുമക്കത്തായം നിലവിൽ നിന്നിരുന്ന ആ കാലത്തെക്കുറിച്ച് പല പുസ്തകങ്ങളും മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനം ഞാൻ ഓർക്കുന്നത് MG സാറിൻ്റെ നാലുകെട്ട് വായിച്ചാൽ അന്നത്തെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. സങ്കടവും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു രാമവർമ്മയുടെ കുട്ടിക്കാലം. 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അതോടെ അമ്മയുടെ ജീവിതം മകനിലേക്ക് മാത്രമായി ചുരുങ്ങി. കോവിലകത്ത് അവർ ഒറ്റപ്പെട്ടതുപോലെയായി. സമ്പത്തെല്ലാം അമ്മാവൻ്റെ നിയന്ത്രണത്തിൽ. അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൽ സമ്പന്നതയുടെ നടുവിൽ ദരിദ്രരായി അവർ കഴിഞ്ഞു.
വർഷത്തിൽ ഒരു തവണയാണ് തുണി വാങ്ങുന്നത്. അപ്പോൾ അമ്മയ്ക്കും മകനുമായി ഒരു കുത്ത് ജപ്പാൻ മുണ്ട് കിട്ടും. ഇരുവരുടെയും വസ്ത്രങ്ങൾ അതിലൊതുങ്ങും. അച്ഛൻ്റെ വ്യക്തമായ ചിത്രം രാമവർമ്മയുടെ മനസ്സിൽ പതിഞ്ഞിരുന്നില്ല. പലപ്പോഴും വന്നു പോവുകയാണല്ലോ പതിവ്. അതും 3 വയസ്സുള്ളപ്പോൾ എന്നേക്കുമായി നിലയ്ക്കുകയും ചെയ്തു. അച്ഛൻ്റെ മരണമാണ് രാമവർമ്മയുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ശക്തമായ ശൈശവകാല സംഭവം. അച്ഛൻ മരിച്ചെന്ന് ഒരാൾ വന്ന് പറഞ്ഞ് അമ്മ മകനെ കെട്ടിപ്പിടിച്ചു കരച്ചിൽ തുടങ്ങിയപ്പോൾ ഒന്നും മനസ്സിലാകാത്ത കുഞ്ഞ് പകച്ചുപോയി. മരണം എന്നതിൻ്റെ അർത്ഥം അറിയില്ലല്ലോ. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് അച്ഛൻ വന്നിരുന്നു. മകന് ബിസ്ക്കറ്റും മിഠായിയും കൊടുത്തിരുന്നു. വരുമ്പോഴെല്ലാം അതെല്ലാം മറക്കാതെ കൊണ്ടുവരാറുണ്ട്. അമ്മാവനോടൊപ്പം കുട്ടി അച്ഛൻ്റെ കോവിലകത്തേക്ക് പോയി. അവർ ചെന്നപ്പോഴേക്കും സംസ്കാര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. മരണാനന്തര കർമ്മം മകൻ ചെയ്താൽ പിന്നീട് ഭാരിച്ച സ്വത്തിൻ്റെ അവകാശം ചോദിക്കുമോ എന്ന് ഭയന്നിട്ടാകണം അവരതൊക്കെ മുൻകൂട്ടി ചെയ്തത്. അന്ന് തന്നെ അമ്മാവൻ കുട്ടിയെ സ്വന്തം തറവാട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ വച്ച് പ്രതീകാത്മകമായി മരണാനന്തര കർമ്മങ്ങൾ ചെയ്യിച്ചു. ഈ സംഭവമാണ് പിന്നീട് ആത്മാവിലൊരു ചിത എന്ന കവിത എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അമ്മാവൻ ഏറ്റുമാനൂരപ്പൻ്റെ വലിയ ഭക്തനായിരുന്നു. വർഷത്തിൽ പലവട്ടം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. ക്ഷേത്രത്തിലെ പല വിശേഷ പൂജകൾക്കും അഭിഷേകത്തിനുമുള്ള ഇളനീർക്കുലകൾ കോവിലകത്തു നിന്നാണ് കൊണ്ടുപോവുക. സ്വന്തം മക്കളെ അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അയച്ചു, രാമവർമ്മയെ സംസ്കൃതം പഠിക്കാനും. ഈ വേർതിരിവ് അമ്മയുടെ നിത്യദുഃഖമായിരുന്നു. എന്നാൽ കോവിലകത്തെ വീർപ്പുമുട്ടലിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസരമായി പഠനത്തെ കാണുകയാണ് കുട്ടി ചെയ്തത്. കണ്ണീരുണങ്ങാത്ത അമ്മയുടെ മുഖം മറക്കാനുള്ള അവസരം. അവൻ പഠനത്തിൽ ലയിച്ചു ചേർന്നു. തൈക്കാട്ടുശ്ശേരി പരമേശ്വരൻ മൂസതും വാരനാട്ട് KP ശാസ്ത്രികളുമാണ് സംസ്കൃതം പഠിപ്പിച്ചത്. സമർത്ഥനായ കുട്ടിയെ അവർ പുത്രതുല്യം സ്നേഹിച്ചു. പുരാണങ്ങളിലും കാളിദാസ കൃതികളിലും നല്ല അറിവ് കിട്ടി. ജന്മസിദ്ധമായ കവിതാവാസന ഉണരാനുള്ള വഴി അങ്ങനെ ഒരുങ്ങിക്കിട്ടി. സംസ്കൃത പഠനം അവസാനിക്കാറായപ്പോഴേക്കും കവിതയുടെ നാമ്പുകൾ പൊട്ടിമുളിച്ചിരുന്നു. എന്നാൽ മകനെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് സർക്കാർ ഉദ്യോഗസ്ഥനാക്കണം എന്നതായിരുന്നു അമ്മയുടെ ആഗ്രഹം. പക്ഷേ അമ്മാവനോടത് പറയാനുള്ള ധൈര്യമില്ല. അങ്ങനെയിരിക്കെ കോവിലകത്ത് വന്ന ഒരു ബന്ധുവിനെ കൊണ്ട് വിഷയം അമ്മാവൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. അമ്മാവൻ സമ്മതിക്കുകയും ചെയ്തു. ചേർത്തല സ്കൂളിൽ രാമവർമ്മയെ ചേർക്കാൻ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ രസകരമായൊരു സംഭവമുണ്ടായി. പൊക്കം കുറഞ്ഞ് മെലിഞ്ഞ കുട്ടിയെ കണ്ടപ്പോൾ സ്കൂളിൽ ചേരാൻ പ്രായമായിട്ടില്ലെന്ന് ഹെഡ് മാസ്റ്റർക്ക് തോന്നി. അമ്മ അത് നിഷേധിച്ചെങ്കിലും ഹെഡ് മാസ്റ്ററുടെ സംശയം തീർന്നില്ല. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഒരു പരീക്ഷ നടത്താം, അതിൽ ജയിച്ചാൽ ഇവനെ ഇവിടെ ചേർക്കാം. ഒരു സ്ലേറ്റും ചോക്കും അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഹെഡ് മാസ്റ്റർ പറഞ്ഞു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് തെറ്റാതെ എഴുതണം. അവൻ അമ്മയെ നോക്കി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. പിന്നെ വേഗം ഒരു വാക്കെഴുതി സ്ലേറ്റ് ഹെഡ് മാസ്റ്റർക്ക് കൊടുത്തു. അത് വായിച്ച ശേഷം അവനെ ഒന്ന് ഒഴിഞ്ഞു നോക്കിയിട്ട് ഹെഡ് മാസ്റ്റർ അവനെ ചേർക്കാൻ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. രാമവർമ്മ എഴുതിയ വാക്ക് വസന്തം എന്നായിരുന്നു. അങ്ങനെ ഒരു വാക്ക് ഹൃദയത്തിലേറ്റി നടക്കുന്ന കുഞ്ഞ് സാധാരണക്കാരനല്ലെന്ന് അദ്ദേഹത്തിന് തോന്നിയത് തികച്ചു സ്വാഭാവികം. രാമവർമ്മ പഠിച്ചു തുടങ്ങിയപ്പോൾ രാത്രി വിളക്ക് കത്തിക്കാൻ കഴിയാതെ വന്നു. എണ്ണയില്ലാത്തത് തന്നെ കാരണം. അമ്മാവനോട് പണം യാചിക്കാനൊന്നും അമ്മ പോയില്ല. അദ്ദേഹം അറിയാതെ ഓലമടഞ്ഞു വിറ്റ പണം കരുതി വെക്കും. രാത്രിയിൽ മകന് പഠിക്കാൻ വിളക്കിനുള്ള എണ്ണ വാങ്ങാൻ ആ പണം ഉപയോഗിക്കും. മകൻ പഠിച്ചു മിടുക്കനാകുമെന്നും ഉദ്യോഗം സമ്പാദിക്കുമെന്നും അമ്മ കണക്ക് കൂട്ടി. എന്നാൽ മകൻ്റെ മനസ്സ് വായിച്ചറിയാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. 5th 4th കൂടി പഠനം സ്വയം അവസാനിപ്പിക്കുകയാണ് മകൻ ചെയ്തത്. കവിതയുടെ ലോകത്ത് പൂർണ്ണമായും ലയിക്കാനായിരുന്നു ആ കുഞ്ഞ് രാമവർമ്മയ്ക്ക് താല്പര്യം. അക്കാലത്ത് എഴുതിയ കവിതകൾ അമ്മയെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. എങ്കിലും തന്നിഷ്ടം കാണിച്ച മകൻ്റെ മുന്നിൽ അമ്മ സന്തോഷം പ്രകടിപ്പിച്ചില്ല. നിത്യവും രാവിലെ ഭാഗവതം വായിപ്പിക്കും. ഉച്ചാരണ ശുദ്ധിയോടും അർത്ഥബോധത്തോടും കൂടി ഈണത്തിലുള്ള വായന അമ്മാവന് ഇഷ്ടമായിരുന്നു. എന്നാൽ കവിത എഴുതുന്നതിൽ കടുത്ത എതിർപ്പായിരുന്നു. രാഘവപറമ്പിൽ ഒരു കവി വേണ്ട എന്ന് പറയും. അതിനാൽ അമ്മാവൻ ഉണർന്നിരിക്കുമ്പോൾ കവിത എഴുതാൻ പറ്റാതായി. അമ്മാവൻ ഉറങ്ങുമ്പോൾ അനന്തരവൻ ഉണർന്നിരുന്ന് എഴുത്തും വായനയും നടത്തി. ഒരു ദിവസം രാത്രി പതിഞ്ഞ ശബ്ദത്തിൽ കവിത ചൊല്ലി രസിച്ചിരുന്ന രാമവർമ്മയെ അമ്മാവൻ കൈയോടെ പിടികൂടി. വായിച്ചിരുന്ന പുസ്തകം പിടിച്ചു വാങ്ങി. അത് ചങ്ങമ്പുഴയുടെ കൃതിയായിരുന്നു. അതോടെ ദേഷ്യം ഇരട്ടിച്ചു. അനന്തരവനെ ഉഗ്രമായി താക്കീത് ചെയ്തതിന് ശേഷം പുസ്തകം കത്തിച്ചു കളഞ്ഞു. ആരും അറിയാതെ കവിതകൾ എഴുതി പ്രസിദ്ധീകരണങ്ങൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. വഞ്ചീശ ദീപം എന്ന കവിതയാണ് ആദ്യമായി വെളിച്ചം കണ്ടത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ശ്രീ ചിത്തിരതിരുനാൾ രാജാവിന് ആശംസ അർപ്പിച്ചുകൊണ്ടുള്ള കവിതയായിരുന്നു അത്. പിന്നീട് നിലവിളക്ക് എന്ന കവിത വന്നു ദീപികയിൽ.
പത്രാധിപർ മുട്ടത്ത് വർക്കിക്ക് നേരിട്ട് ചെന്ന് കവിത കൊടുക്കുകയായിരുന്നു. രാമവർമ്മ തിരുമുൽപ്പാട് എന്ന പേരിലാണ് കവിത എഴുത്ത്. കവിതയ്ക്ക് ആദ്യം പ്രതിഫലം നൽകിയതും മുട്ടത്ത് വർക്കിയാണ്. കവി എന്ന നിലയിൽ ക്രമേണ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. അതുവരെ എഴുതിയതെല്ലാം ചേർത്ത് ഒരു പുസ്തകമാക്കാൻ ആഗ്രഹമായി. തുറവൂരിൽ പ്രസ് നടത്തിയിരുന്ന മാധവപ്പയ്യെ കണ്ടു. അദ്ദേഹം അത് പുസ്തകമാക്കി അച്ചടിച്ചു. പാദമുദ്രകൾ എന്നായിരുന്നു വയലാർ രാമവർമ്മ എഴുതിയ പുസ്തകത്തിൻ്റെ പേര്. പക്ഷെ പുസ്തകം വിറ്റുപോയില്ല. തനിക്ക് ചിലവായ തുക തന്ന പുസ്തകം കൊണ്ടുപോകാൻ പൈ ആവശ്യപ്പെട്ടു. എന്തു ചെയ്യും? ഒടുവിൽ പുസ്തകത്തിൻ്റെ പകർപ്പവകാശം അയാൾ കൊടുത്ത് രാമവർമ്മ രക്ഷപ്പെട്ടു. 1948 പാദമുദ്രകൾ അച്ചടിച്ചത്. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. അതോടെ വയലാർ എന്ന സ്ഥലപ്പേര് പ്രസിദ്ധമായി. ആ നാട്ടുകാരനാണല്ലോ കവി എന്ന് മാധവപ്പയ്യ ഓർത്തു. പുസ്തകത്തിൻ്റെ പകർപ്പവകാശം കിട്ടിയതിനാൽ അദ്ദേഹം ഒരു പണി പറ്റിച്ചു. രാമവർമ്മ തിരുമുൽപ്പാട് എന്ന അച്ചടിച്ചതിന് പുറത്ത് വയലാർ രാമവർമ്മ എന്ന് അച്ചടിച്ച് ഒട്ടിച്ച് പുസ്തകം വിൽപ്പനയ്ക്ക് വെച്ചു. അതോടെ പുസ്തകം വിറ്റുപോകാനും തുടങ്ങി. 2 അണയായിരുന്നു വില. വിൽപ്പനയേറിയപ്പോൾ വിലയും കൂട്ടി 8 അണയാക്കി. എന്നിട്ടും കവിക്കൊന്നും കൊടുത്തില്ല. എങ്കിലെന്ത്, പുസ്തകം വായനക്കാരുടെ കൈകളിലെത്തിയില്ലേ? അതോർത്ത് സന്തോഷിക്കുകയായിരുന്നു വയലാർ. ബാല്യകാലത്ത് വലിയ ഈശ്വരഭക്തനായിരുന്നു രാമവർമ്മ. മച്ചകത്തെ ഈശ്വരന്മാർക്ക് വിളക്ക് വെക്കാനും ആരാധന നടത്താനും താല്പര്യമായിരുന്നു. മൂകാംബികയിലും ഗുരുവായൂരും ഭജനം ഇരുന്നിട്ടുണ്ട്. 7:30 വെളുപ്പിന് എഴുന്നേറ്റ് നിർമാല്യം തൊഴുകയും എല്ലാ പൂജകൾക്കും ശ്രീകോവിലിന് മുന്നിൽ എത്തുകയും ചെയ്യും. 101 സൂര്യ നമസ്കാരവും കഴിഞ്ഞ് പഞ്ചാക്ഷരി മന്ത്രവും ജപിച്ച് പഞ്ചഗവ്യവും കഴിച്ച് പ്രാതലിന് ഇരിക്കുകയുള്ളൂ. നാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിരുന്ന ചാക്യാർകൂത്തും കൂടിയാട്ടവും കഥകളിയും ഓട്ടംതുള്ളലുമൊക്കെ മനസ്സിനെ സ്വാധീനിച്ചു. ആ കലകളോടൊക്കെ ആദരവും അത് മനസ്സിലുണ്ടാക്കിയ സംസ്കാരത്തെക്കുറിച്ച് അഭിമാനവും രാമവർമ്മയ്ക്കുണ്ടായിരുന്നു. 1956 പുറത്തിറങ്ങിയ കൂടപ്പുറപ്പ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയാണ് വയലാർ ചലച്ചിത്ര ഗാനരംഗത്തേക്ക് ചുവടുവെച്ചത്. കെ രാഘവൻ മാസ്റ്ററായിരുന്നു ആദ്യ സംഗീത സംവിധായകൻ. ഗാനം ആലപിച്ചത് ശാന്ത പി നായരും. തുമ്പി തുമ്പി വാവ എന്ന ആ ഗാനം സെൻസേഷണൽ ഹിറ്റായി. പിന്നീട് രാമവർമ്മയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 1000-ലധികം ഗാനങ്ങളാണ് പിന്നീട് അദ്ദേഹം സിനിമകൾക്ക് വേണ്ടി എഴുതിയത്. അതിൽ ഭൂരിപക്ഷം ഗാനങ്ങളും ആസ്വാദകർ ഇന്നും നെഞ്ചിലേറ്റി ഏറ്റുപാടുകയാണ്. ചെങ്ങണ്ട പുത്തൻകോവിലകത്ത് ചന്ദ്രമതി തമ്പുരാട്ടിയെയാണ് അദ്ദേഹം ആദ്യം വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് 7 വർഷം കുട്ടികളുണ്ടാകാതിരുന്നപ്പോൾ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ചന്ദ്രമതി തമ്പുരാട്ടിയുടെ അനുജത്തി ഭാരതി തമ്പുരാട്ടിയെ വിവാഹം കഴിക്കുകയും അതിൽ അദ്ദേഹത്തിന് 4 കുട്ടികൾ ജനിക്കുകയും ചെയ്തു. മൂത്തയാൾ വയലാർ ശരചന്ദ്രവർമ്മ. പിന്നീട് 3 പെൺമക്കളാണ്, ഇന്ദുലേഖ, യമുന, സിന്ധു. ഇതിൽ സിന്ധു അകാലത്തിൽ ഈ ലോകം വിട്ടുപോവുകയും ചെയ്തു. വയലാർ ശരചന്ദ്രവർമ്മ അനേകം സിനിമകൾക്ക് ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ഗാനരചയിതാവാണ്. വയലാർ എന്നത് മലയാള സിനിമയുടെ ചരിത്രമാണ്, മലയാള സിനിമ തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും സംസാരിക്കാൻ സാധിച്ചത് എൻ്റെ മഹാഭാഗ്യമാണ്. അനശ്വരനായ ആ കവിയുടെ മുന്നിൽ ശിരസ് നമിച്ച് പ്രണമിച്ചുകൊണ്ട് സുദീർഘമായ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.